സത്യം വെളിപ്പെടുത്തി അലീന. ജോലിക്കാർക്ക് മുൻപിൽ പൊട്ടിത്തെറിച്ച് സ്റ്റാലിയുടെ അപ്പൻ. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, സ്റ്റാലിയാണെങ്കിൽ അപ്പനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അപ്പനെ ഈ കാര്യം വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഇവിടുത്തെ ഡ്രൈവറും കുക്കും കൂടിയാണ് എന്ന് നമ്മുടെ അപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ് സ്റ്റാലിൻ്റെ അടുത്ത്. ഇതേ സമയം എന്തിനു വേണ്ടിയാണ് അവർ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണ് നമ്മുടെ അലീന പറയുന്നത്, അച്ഛനറിയാതെ അവർ ചില കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അലീന പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അതായത് ജോലിക്ക് വന്ന ചേച്ചിയാണെങ്കിൽ സഞ്ചിയിൽ നിറയെ അരിയും പഞ്ചസാരയും മറ്റ് സാധനങ്ങളും കൊണ്ടുപോകുന്നതാണ് താൻ കണ്ടത് എന്ന് പറയുന്നു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ കാര്യസ്ഥൻ ഇതൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ടെന്നും, കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ കാര്യസ്ഥനോട് ചോദിച്ചപ്പോൾ സാററിയാതെ നല്ല പ്രവൃത്തി ചെയ്യുന്നതാണെന്നും പറഞ്ഞു എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അച്ഛാ, ഞാനും അതിന് എതിര് തന്നെയാണ്. പക്ഷേ ഉണ്ടല്ലോ, അവർ അച്ഛനോട് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ഇത് അച്ഛനോട് പറയാതെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യത്തിനെതിരെ. പാവപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് പണ്ടേ ഒരുപാട് ഇഷ്ടം തന്നെയാണെന്ന് പറയുന്നു. അച്ഛനറിയാതെ ഇത്തരമൊരു തെറ്റ് ചെയ്യുന്നതും അത് അച്ഛൻ്റെ സാധനങ്ങൾ വല്ലവർക്കും എടുത്ത് കൊടുക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. ഞാനത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും, കൂടാതെ തന്നെയാണെങ്കിൽ അവരുടെ ക്രമങ്ങളിലൊക്കെ ഒന്ന് മാറ്റം വരുത്താനും ഒക്കെ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്താ മോളെ, എന്താ നീ പറഞ്ഞു വരുന്നത് എന്ന് നമ്മുടെ സ്റ്റാലി ചോദിക്കുന്നു. അതായത് അച്ഛാ, രാവിലെ തന്നെ എഴുന്നേൽക്കണം, ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പണിയൊക്കെ നല്ല രീതിയിൽ നടക്കും, നല്ല ഊർജ്ജസ്വലതയായിട്ട് അവർ പണിയൊക്കെ എടുത്തോളും എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ, അതായത് അലീനയുടെ വല്യപ്പച്ചൻ സ്റ്റാലിയുടെ അപ്പൻ പറയുന്നുണ്ട്, മോള് പറയുന്നത് ശരിയാണ്, നീ അവരെ ഈ 8 മണി വരെയും 8:30 വരെയൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങാൻ വിട്ടിട്ടാണ് അവർ നിന്നോട് ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിൻ അലീനയ്ക്ക് അധികാരം കൈമാറുകയാണ്. നിൻ്റെ ഇഷ്ടത്തിന് നല്ലത് എന്താണെന്ന് നിനക്കറിയാം, നീ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് എന്താണ് തോന്നുന്നത് മോളെ, അത് നീ ചെയ്തോളാനായിട്ട് സ്റ്റാലിൻ പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ, അതായത് തൻ്റെ വല്യപ്പച്ചനെയും കൊണ്ട് അലീന അവർ 3 പേരുടെ അടുത്തേക്ക് പോവുകയാണ്. അതായത് ആദ്യം അലീന ഒറ്റയ്ക്ക് പോവാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിലും ഞാനുണ്ട്, എനിക്കും അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വല്യപ്പച്ചനും കൂടെ കൂടുകയാണെന്ന് കാണാം. വല്യപ്പച്ചൻ മാറി നിൽക്കുകയാണ്. തുടർന്ന് അലീന അവരോട് സംസാരിക്കുകയാണ്. ഞാൻ കേണൽ സാറിനോട്, അതായത് പപ്പയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സമയക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ താൻ വരുത്താനായിട്ട് പോവുകയാണെന്ന് പറയുന്നു. ഇതേ സമയം അലീനയോട് പറയുന്നുണ്ട്, കുഞ്ഞെ എന്തിനാ ഇപ്പം ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ പപ്പയറിയാതെ ഇവിടെ ഇനി ഒരു കരിയില പോലും അനങ്ങാനായിട്ട് പാടില്ല, അതുകൊണ്ടാണെന്ന് പറയുന്നു. പപ്പയോട് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, പക്ഷെ പപ്പയറിയാതെ ഒന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രൈവറാണെങ്കിൽ അലീനയുടെ അടുത്ത് ദേഷ്യപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ് എന്ന് കാണാം. ഔതക്കുട്ടിച്ചായൻ, അതായത് എന്തായാലും നിന്നെ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ടിക്കുമെന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ
വേഗം തന്നെ അലീനയ്ക്കരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ ഇനി ഞാനല്ല, എന്നെ പോലത്തെ 1000 പേര് വന്നാലും അത് സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അലീന എൻ്റെ മോൻ്റെ മകളാണ്, അതുകൊണ്ട് തന്നെ അവൾ ഇവിടെ തുടരുമെന്ന് പറയുന്നു. കൂടാതെ നിങ്ങൾ എൻ്റെ മോൻ പറ്റിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ, അത് കണ്ടുപിടിച്ചത് കൊണ്ടല്ലേ, നിങ്ങൾ അലീനയെ ഇഷ്ടപ്പെടാത്തതും കൊണ്ടല്ലേ നിങ്ങൾ എന്ത് ചെയ്തത്, എന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും ദുഷ്ടതയും കുടിലതയും എവിടെ നിന്ന് കടന്നു വന്നു എന്ന് ചോദിക്കുന്നു. വെറുതെ ഇരുന്ന് തിന്നിട്ടാണോ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം ഉത്തരവൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കാണ് ജോലിക്കാർ. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീന സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ പവറും അധികാരവും, ഇനി നിങ്ങൾ എന്നെ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ, ഇനി വേറെ ഒരു വഴിയുമില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വയം ആ ശീലമൊക്കെ വരുത്തിയെടുക്കുന്നതായിരിക്കും ഉത്തമം, നല്ലത് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീന അങ്ങനെ സമയക്രമത്തിലെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. മുത്തശ്ശൻ, അതായത് തൻ്റെ വല്യപ്പച്ചൻ എല്ലാവരെയും പൊളിച്ചെടുക്കുന്നു. അലീന ഇവിടെ തുടരുമെന്ന് പറയുന്നു. ഇനി നിങ്ങളുടെ എല്ലാം മുകളിലാണ് അലീന, നിങ്ങളെ നിയന്ത്രിക്കുന്നത് അലീനയാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇനി ഒരു കള്ളത്തരവും നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല എന്ന് കൂടെ പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നു. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ അവരാകെ കിടുങ്ങിപ്പോകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. ഒടുവിൽ വല്യപ്പച്ചൻ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവൾ തൻ്റെ ചിന്നമ്മയാണ് എന്ന് പറയുന്നു. അതായത് ഇവൾക്ക് ഇവിടെ എല്ലാ അധികാരവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് കൂട്ടിച്ചേർത്ത് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒടുവിൽ അലീന അടുക്കളയിൽ കയറി വല്യപ്പച്ചന് ആദ്യമായി ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വല്യപ്പച്ചനാണെങ്കിൽ സന്തോഷത്തോടെ ആ ചായ കുടിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വല്യപ്പച്ചൻ അതിനുശേഷം പറയുന്നുണ്ട്, ചിന്നമ്മയുണ്ടാക്കുന്ന ചായയെപ്പോലെ, ചിന്നമ്മയുടെ സ്വഭാവത്തെപ്പോലെയൊക്കെ തന്നെയുണ്ട് നിന്നെ കാണാൻ എന്ന് പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും വല്യപ്പച്ചൻ കുറച്ച് ദിവസം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞു വയ്ക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.